മനുഷ്യർ ചെയ്യുന്ന സകല കാര്യങ്ങളും ഇന്ന് പിടിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. സാറ്റലൈറ്റും പല അത്യാധുനിക സംവിധാനങ്ങളും ഇതിന് സഹായിക്കുന്നു. ബൈബിൾ പ്രകാരം കല്ലിലും മണ്ണിലും മരത്തിലുമെല്ലാം നമ്മുടെ ദുഷ്ക്രിയകൾ പതിഞ്ഞിട്ടുണ്ട്. അവയെ പ്രദർശിപ്പിച്ചും കാണിക്കും. തിരശീലയിൽ കൂടെ ചിത്രങ്ങൾ കടന്നുപോകുന്നതുപോലെ മനുഷ്യന്റെ പാപപ്രവൃത്തികളെ വെളിച്ചത്താക്കും. അങ്ങനെ മനുഷ്യന്റെ ഐഹിക കാലജീവിതത്തിന്റെ ദുഷ്ടതയും പാപവും എല്ലാം വെളിപ്പെടുത്തുകയും രംഗത്തു വരുത്തുകയും ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. സഭാപ്രസംഗിയിൽ ഇപ്രകാരം കാണുന്നു: ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്കു വരുത്തുമല്ലോ. മൂടിവെച്ചത് ഒന്നും വെളിച്ചത്തു വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്തു കേൾക്കും, അറകളിൽ വെച്ചു ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും എന്നു കർത്താവ് തന്നെ പറഞ്ഞത് ശ്രദ്ധിക്കുക. അങ്ങനെ സകല രഹസ്യങ്ങളും ഗൂഢാലോചനകളും എല്ലാം വെളിപ്പെടുത്തും. ഇന്ന് സുവിശേഷം പറയുന്ന രംഗങ്ങളിൽ നിന്നും ചിലർ നമ്മെ ഓടിക്കാറുണ്ടല്ലോ. അവർക്ക് എന്തോ സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവർക്കല്ല, സുവിശേഷം പറഞ്ഞവർക്കും ന്യായാധിപനായ കർത്താവിനും സ്വർഗീയ കോടതിക്കും ചില കാര്യങ്ങൾ സാധിക്കുകയാണ് ചെയ്തത്. അവർ സുവിശേഷം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ സാക്ഷികളെ വിളിക്കും. സുവിശേഷം പറഞ്ഞപ്പോഴും കേൾവിക്കാർ അവരെ ഓടിച്ചപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്ത ഓരോ പൊഴിയും കല്ലും ഓട്ടുകഷണവും മരത്തിന്റെ അംശങ്ങളും എല്ലാം പ്രസ്തുത ശബ്ദം തന്നെ കേൾപ്പിക്കും. അങ്ങനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും.